പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കർത്താവിൻ്റെ സ്വർഗ ആരോഹണം കഴിഞ്ഞുള്ള ശുശ്രൂഷകളെക്കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. കർത്താവ് മധ്യസ്ഥനായിട്ട് നമുക്ക് കാണാം. പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹിമയിൽ നമുക്കായി മധ്യസ്ഥത ചെയ്യുന്നു. മർക്കോസ് 16:19, റോമർ 8:34. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. 1 തിമോഥെയോസ് 2:5. മധ്യസ്ഥൻ എന്ന നിലയിൽ യേശു നമുക്കായി പ്രാർത്ഥിക്കുന്നു, പക്ഷപാതം ചെയ്യുന്നു. പൗരോഹിത്യ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ കാര്യസ്ഥൻ അഡ്വക്കേറ്റൽ. എന്നാൽ കാര്യസ്ഥൻ എന്ന നിലയിൽ ക്രിസ്തു നമുക്കായി വാദിക്കുന്നു. നാം പാപം ചെയ്തു പോകുമ്പോൾ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ്റെ അടുക്കലേക്ക് നാം ചൊല്ലണം. നമ്മൾ ചെന്നിട്ട് അവിടെ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നീതിമാനും വിശ്വസ്തനുമായ കാര്യസ്ഥനത്രേ. 1 യോഹന്നാൻ 1:9, 2:1. അഡ്വക്കേറ്റ് എന്ന പദം നിയമത്തോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ക്രിസ്തു നമുക്കായി പ്രായശ്ചിത്ത മരണം വരിച്ചതിനാൽ അപവാദിയായ പിശാചിൻ്റെ ആരോപണങ്ങളെ നിയമപരമായി തന്നെ റദ്ദ് ചെയ്യുവാൻ കർത്താവിന് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് ആവർത്തിച്ച് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവർക്ക് നൽകിക്കൊണ്ട് യോഹന്നാൻ 7:37 മുതൽ ഉള്ള ഭാഗങ്ങൾ സഭയുടെ കെട്ടുപണിക്കായി ആവശ്യമായ കൃപാവരങ്ങളെ, ഉയരത്തിലെ ദാനങ്ങളെ നൽകുന്നു. അവൻ ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്ത് എഫേസ്യർ 4:8 നമുക്കായി സ്ഥലം ഒരുക്കുന്നു. കർത്താവ് യേശു വാഗ്ദത്തം ചെയ്ത പോലെ അവിടുന്ന് ഇപ്പോൾ നമുക്കായി സ്വർഗത്തിൽ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 14:2-3. സഭയുടെ ശുശ്രൂഷന്മാരെ കർത്താവ് തന്നെ നിയമിക്കുക നമുക്ക് കാണാം. അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരെയും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകന്മാരെയും കർത്താവ് നിയമിക്കുന്നു. എഫേസ്യർ 4:11. വിശ്വസ്ത ദേവദാസന്മാരെ കരങ്ങളിൽ വഹിക്കുന്നു. വെളിപ്പാട് 1:20. തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്ന കർത്താവ്, നമ്മുടെ സഭയെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പണിതുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്തിനു വേണ്ടി എന്നാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. കർത്താവ് നമ്മളെ കർത്താവിൻ്റെ അടുത്ത് ഇരുത്തേണ്ടതിനായിട്ട് നമ്മളെ പണിത് ശുദ്ധീകരിച്ച് ഒരു പൊന്ന് തീക്കകത്തിട്ടിട്ട് ശുദ്ധീകരിക്കുന്ന പോലെ ആമേൻ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമ്മളെ ആരൊക്കെ നിന്ദിച്ചോട്ടെ, പരിഹസിച്ചോട്ടെ, ദുഷിച്ചോട്ടെ, അവരുടെ മധ്യത്തിലൊക്കെ മാനിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്.